ഭട്കൽ. ഇന്ത്യൻ തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ഈ നാടിനെ പോലീസ് വിശേഷിപ്പിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യയിലെ മറ്റേതൊരു പ്രദേശത്തെയും പോലെ തികച്ചും സാധാരണമായിരുന്നു കർണാടകയിലെ ഈ കൊച്ചു പട്ടണവും. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ എവിടെ ഒരു സ്ഫോടനമുണ്ടായാലും പോലീസ് ആദ്യമെത്തുക ഈ നാട്ടിലേക്കാണ്. നമ്മുടെ കാലത്ത് വാർത്തകൾ പിന്തുടരുന്ന ആർക്കും പരിചിതമാണ് ഭട്കൽ എന്ന ഈ പേര്. വർത്തമാനകാല ഇന്ത്യയിൽ ഭീകരതയുടെ പ്രതീകമായിരിക്കുന്നു ഈ സ്ഥലനാമം. ഇന്ത്യയിലെവിടെയും സ്ഫോടനങ്ങൾ നടത്തുന്ന, നിരപരാധികളെ കൊന്നൊടുക്കാൻ മടിക്കാത്ത, രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്ന 3 പേർ: റിയാസ്, ഇക്ബാൽ, യാസിൻ. ഇതിൽ റിയാസും ഇക്ബാലും സഹോദരങ്ങളാണ്. രണ്ടുപേരും പാകിസ്ഥാനിലാണ് സ്ഥിരതാമസമെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. യാസിൻ ഭട്കൽ എന്ന് പോലീസ് വിളിക്കുന്ന അഹമ്മദ് മുഹമ്മദ് സിദ്ദിബാപ്പ ഇപ്പോൾ NIA കസ്റ്റഡിയിലും. ഭട്കൽ ഇന്ന് ഇവരുടെ മേൽവിലാസമല്ല, മറിച്ച് ഇവരായിരിക്കുന്നു ഭട്കൽ എന്ന നാടിന്റെ അടയാളം. ബംഗളൂരുവിൽ നിന്നും 485 കിലോമീറ്റർ ഉണ്ട് ഭട്കൽ എന്ന ഈ കടലോര പട്ടണത്തിലേക്ക്. നമ്മുടെ മഞ്ചേശ്വരത്ത് നിന്ന് 176 കിലോമീറ്ററും. 2011 സെൻസസ് പ്രകാരം 32,000 ഭട്കലിന്റെ നഗരസഭയുടെ ജനസംഖ്യ. 80% മുസ്ലിങ്ങൾ. ഇന്തോ പേർഷ്യൻ പേരുകളുള്ള നവായത്ത് വിഭാഗത്തിനാണ് ഭൂരിപക്ഷം. ഗൾഫാണ് ഭട്കലിന്റെ പ്രധാന വരുമാന സ്രോതസ്. 10,000-ലധികം പ്രവാസികളുണ്ട് ഈ പട്ടണത്തിൽ. മറ്റൊരു വരുമാന മാർഗം മത്സ്യബന്ധനമാണ്. ആയിരത്തി 1993 ഭട്കലിന്റെ ചരിത്രത്തിൽ ചോര വീഴുന്നത്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ പോലും സംയമനം പാലിച്ച ഭട്കലിൽ തൊട്ടടുത്ത വർഷം ഉണ്ടായത് വലിയ ഒരു വർഗീയ കലാപമാണ്. 20 പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടു. 8 മാസം നീണ്ട കർഫ്യൂവിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും കലാപം ഈ നാടിനേൽപ്പിച്ച മുറിവ് വലുതായിരുന്നു. കലാപം സൃഷ്ടിച്ച വർഗീയ ധ്രുവീകരണം കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയത് BJP ആയിരുന്നു. 1994 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി BJP സ്ഥാനാർത്ഥി U ചിത്തരഞ്ജൻ ഭട്കൽ മണ്ഡലത്തിൽ നിന്നും വിധാൻസൗധയിലെത്തി. 2 കൊല്ലത്തിനകം ഒരു രാഷ്ട്രീയ സംഘർഷത്തിൽ ചിത്തരഞ്ജൻ കൊല്ലപ്പെട്ടതോടെ ഭട്കൽ വീണ്ടും എരിഞ്ഞു തുടങ്ങി. ഈ സമയത്ത് തന്നെയാണ് 93 കലാപം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് K ജഗന്നാഥ ഷെട്ടി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവന്നത്. കലാപത്തിനു പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ആണെന്ന ഈ റിപ്പോർട്ടാണ് ഭട്കൽ എന്ന നാടിനെ പിന്നീടങ്ങോട്ട് സംശയങ്ങളുടെ മുൾമുനയിൽ തറപ്പിച്ചു നിർത്തിയത്. റിപ്പോർട്ട് പിന്നീട് സർക്കാർ തള്ളിക്കളഞ്ഞെങ്കിലും ഈ നിരീക്ഷണം ഒരു കളങ്കമായി ഭട്കലിന് മേൽ മായാതെ നിന്നു. ചിത്തരഞ്ജന്റെ കൊലപാതകം BJPയിലെ ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഭാഗമായിരുന്നു എന്ന ആരോപണം ശക്തമായിരുന്നു. ഇതിനെ ശരിവയ്ക്കും വിധം 2004 BJPയുടെ മറ്റൊരു നേതാവ് തിമ്മപ്പ നായിക്കും കൊല്ലപ്പെട്ടു. അതോടെ ഭട്കൽ ശാന്തമായി എന്ന് പറയുന്നതാകും ശരി. കഴിഞ്ഞ 9 വർഷമായി സമുദായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പോലും ഈ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഭട്കൽ പോലീസും ഇത് ശരിവെക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഉത്തർപ്രദേശിലെ അസംഗഡ് പോലെ ഭട്കലും ഭീകരതയുടെ പര്യായമായി മാധ്യമങ്ങളിൽ നിറഞ്ഞത്? ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 28 രാത്രിയിൽ
ബീഹാർ നേപ്പാൾ അതിർത്തിയിലുള്ള ദർഭംഗയിൽ വെച്ച് ഏറെക്കാലമായി അന്വേഷണ ഏജൻസികൾ തിരയുന്ന യാസിൻ ഭട്കലിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി മാധ്യമങ്ങളെ അറിയിച്ചത്. स्वीकार कर रहे हैं भटकल, अब क्या अपनी संलिप्तता स्वीकार कर रहे हैं? क्या हुआ? മെയ്യിൽ 63 പേർ കൊല്ലപ്പെട്ട ജയ്പൂർ സ്ഫോടനം, ജൂലൈയിലെ അഹമ്മദാബാദ് സ്ഫോടനം, സെപ്റ്റംബറിലെ ഡൽഹി സ്ഫോടന പരമ്പര, 2010 പൂനെയിലെ ജർമ്മൻ ബേക്കറി സ്ഫോടനം, 2011 മുംബൈ സാവേരി ബസാർ സ്ഫോടനം, ഇതിനെല്ലാം പിന്നിൽ യാസീനാണെന്ന് NIA ആരോപിക്കുന്നു. പല സ്ഫോടനങ്ങളിലും ബോംബ് സ്ഥാപിച്ചത് യാസീൻ എന്ന ഈ കൊടും ഭീകരൻ നേരിട്ടാണ് എന്നതിന് തെളിവുണ്ടെന്ന് പോലീസ് പറയുന്നു. लेकिन इसके अरेस्ट होने से मुझे ऐसा लगता है कई बातों पर विशेष रूप से प्रकाश पड़ेगा. नंबर 1, किस प्रकार से जो सो कॉल कराची प्रोजेक्ट चलाया जाता है भारत के खिलाफ, कराची से चलाया जाता है, और वहां पर जिस प्रकार से जो भटकल ब्रदर्स हैं उनके साथ इसका जो क्लोज संबंध है उससे अपने को जानकारी मिलेगी. नंबर 2, जो इंडियन मुजाहिदीन के जो कैडर्स हैं, बहुत से अभी आरोपी जो अनवांटेड है, फरार हैं, जिनके बारे में अभी अपने को ज्यादा मालूम नहीं, उनके बारे में भी अपने को मालूमात होगी, ऐसा मेरा विश्वास है. ഇന്ത്യൻ മുജാഹിദിന്റെ സ്ഥാപകനെന്നും ഇന്ത്യയിൽ നടന്ന നിരവധി സ്ഫോടന കേസുകളിൽ പ്രതിയെന്നും പോലീസും മാധ്യമങ്ങളും പറയുന്ന യാസിൻ ഭട്കറുടെ വീടാണിത്. മാക്ഡോൾ കോളനിയിലുള്ള ഈ വീട്ടിൽ ഇപ്പോൾ അയാളുടെ മാതാപിതാക്കളും സഹോദരനുമാണ് താമസിക്കുന്നത്. എന്നാൽ യാസിൻ എന്നൊരു മകൻ തനിക്കില്ലെന്ന് ഈ മാതാപിതാക്കൾ പറയുന്നു. മുഹമ്മദ് അഹമ്മദ് സിദ്ദിബാപ്പയെ ആരാണ് യാസിൻ ഭട്കറാക്കി മാറ്റിയത്? എന്നാൽ യാസിൻ എന്ന പേരിൽ ഒരാൾ ഇല്ലെന്നാണ് ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലുള്ള അഹമ്മദ് മുഹമ്മദ് സിദ്ദിബാപ്പയുടെ വീട്ടുകാരുടെ പക്ഷം. ഇതേ വാദമാണ് അവർ കോടതിയിലും ഉന്നയിച്ചത്. യാസിൻ ഭട്കലിനെ കുറിച്ചുള്ള വിക്കി പേജിലും ഈ പേര് പോലീസ് നൽകിയതാണെന്ന് പറയുന്നുണ്ട് എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത. हमारा खानदान में कोई नहीं यासीन, या खानदान में भी कोई नहीं हमारा. हम यासीन को बिल्कुल नहीं. हमारा बच्चा है, उसका नाम मोहम्मद अहमद है. नो नेम यासीन. या यासीन, हम यासीन को नहीं पहचानते. हाँ, वो जो फोटो भी आता है उसके अंदर हमको शक है. अभी 7 साल के बाद उसका फोटो देखता है, वो हमारा बच्चा अहमद. എഞ്ചിനീയർ എന്ന് NIA വിശേഷിപ്പിക്കുന്ന ഇയാൾ 10ാം തരം പോലും പാസ്സായിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു. 10ൽ തോറ്റതിനെ തുടർന്ന് 2004 പിതാവ് ഇയാളെ ദുബൈയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ये इंजीनियर कुछ नहीं है, मेरे ख्याल से 10वीं का वो 10वीं सीखा था अंजुमन इस्लाम के अंदर. उसके बाद हम उसको इधर 1 साल था, उसके बाद हम उसको दुबई लेके गए बस. മുഹമ്മദ് പഠിച്ച അഞ്ജുമാൻ ഹാമി മുസ്ലിമിയൻ സ്കൂളിന്റെ ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹീം പറയുന്നത് ഇതാണ്. There is no probability that he could do all that. He was not a bright student. He was not a very active student. So from his childhood and school background, there is no reason to believe he could be with such high knowledge of all those whatever is projected, that he made rockets and things like that. It is not. I couldn't, as an engineer. I am an engineer. A ordinary 10th failed student can turn into a rocket engineer, or you can make rockets. It is unbelievable for me. 2010 ഫെബ്രുവരി 13 മുഹമ്മദിന്റെ അനിയൻ അബ്ദുൾ സമദ് സറാറിനെ ജർമ്മൻ ബേക്കറി സ്ഫോടന കേസുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്തു. 44 ദിവസം നീണ്ടുനിന്ന ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ശേഷം നിരപരാധി എന്ന് കണ്ട് വിട്ടയക്കുകയായിരുന്നു. ഇന്നീ വീട്ടിൽ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഏക സഹോദരിക്കുമൊപ്പം കഴിയുമ്പോഴും പഴയ നടുക്കം ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. എന്നിട്ടും ഇന്നും ഇന്ത്യയിൽ എവിടെ സ്ഫോടനങ്ങൾ നടന്നാലും ചില മാധ്യമങ്ങൾ
ഈ ചെറുപ്പക്കാരന്റെ പേര് വലിച്ചിഴയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ സമദ് തയ്യാറായില്ല. പക്ഷേ വേട്ടയാടപ്പെടുന്നവന്റെ സങ്കടം ഉപ്പയ്ക്ക് അടക്കാനാവുന്നില്ല. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, എന്നാൽ തന്റെ കുടുംബത്തെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം. हाँ, बहुत तकलीफ में हम लोग, बहुत तकलीफ है. जाएगा किधर, बाहर जाने को हम नहीं लग सकता है, घर से बाहर नहीं जा सकता. कोई आदमी आता नहीं इधर, कोई फोन नहीं करता है. अभी इधर शादी होना है, रिश्ता है सब, अभी क्या करेगा हम लोग बोलो. ये लोग करने को करता है, इधर कौन, हम लोग एक दिन एक मरतबा मरता. ये बहुत मुश्किल में हम लोग. हम प्लीज कहता है किसी कि तुम ऐसा नहीं करो, बेगुनाह आदमी को बदनाम नहीं करो. अगर गुनहगार है तो उसको सजा दो. जब तक पूरा नहीं मालूम ऐसा नहीं करो. ये हम जैसे कितना इधर खानदान है, ऐसा हम कर रहे हैं, हमको खुद को नहीं मालूम. जब हम पर पड़ा है तो हमको मालूम होता है ये क्या मुसीबत है. ये बहुत बुरा बात है. എന്നാൽ അന്വേഷണ ഏജൻസികൾക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. അതനുസരിച്ച് ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഭീകര സംഘത്തിന്റെ സ്ഥാപകനാണ് യാസിൻ ഭട്കൽ എന്ന് വിളിക്കുന്ന മുഹമ്മദ് അഹമ്മദ് സിദ്ദിബാപ്പ. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഇയാൾ നേടിയിട്ടുണ്ടെന്നും ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനാണെന്നും പോലീസ് കരുതുന്നു. സ്ഫോടന സ്ഥലങ്ങളിലെത്തി മേൽനോട്ടം വഹിക്കുകയോ ബോംബ് വയ്ക്കുകയോ ചെയ്യുന്നത് ഇയാൾ നേരിട്ടാണ്. ഷാരൂഖ് എന്നും യാസീൻ എന്നും മുഹമ്മദ് സറാർ എന്നും പല പേരുകളിൽ ഇയാൾ അറിയപ്പെടാറുണ്ടെന്നും പോലീസ് വിശദീകരിക്കുന്നു. सबसे पहले जर्मन बेकरी ब्लास्ट जो पूना में हुआ था 13 फरवरी में, मैं वहां तब पूना का पुलिस कमिश्नर था, तब यासीन भटकल का नाम उसमें फिगर हुआ था. उसके बाद 2011 के अंदर जुलाई में जो मुंबई शहर में जो बम विस्फोट हुए थे उसमें उसका नाम आया है. और मुझे ऐसा एक संशय है कि 2012 अगस्त में जो जंगली महाराज रोड पूना में जो बम रखे गए थे उस